നമസ്കാരം. വർഷം 1981 സുഡാനിലെ കാർത്തൂമിൽ ഡാനി ലിമോർ എന്ന് പറയുന്ന മൊസാദ് ഏജൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വന്നെത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ എത്യോപ്യയിൽ നിന്നും ഉള്ള എത്യോപ്യൻ ജൂതന്മാർ സുഡാനിലെ റെഫ്യൂജി ക്യാമ്പുകളിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. റെഫ്യൂജി ക്യാമ്പുകളിൽ അവർ വളരെയധികം ദുരിതങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. സുഡാനി പോലീസിൻ്റെ ഭേദ്യമേൽക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ക്യാമ്പുകൾ ഭരിക്കുന്ന ഗുണ്ടകളുടെ വളരെ വലിയ പീഡനങ്ങൾക്ക് ഇവർ ഇരയാകേണ്ടതായിട്ട് വരുന്നു. അങ്ങനെയുള്ള വളരെ കഷ്ടതയാർന്ന സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ സുഡാനിലെ ഈ റെഫ്യൂജി ക്യാമ്പിലുള്ള ജൂതന്മാർ കടന്നു പോകുന്നത്. ഇവരുടെ ഈ പരിതാപകരമായിരിക്കുന്ന അവസ്ഥയൊക്കെ കണ്ടുകൊണ്ടാണ് ഈ മൊസാദ് ഏജൻറ്റുമാർ അവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ജൂതന്മാരെ കണ്ടെത്തുക, അവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുറേ അധികം ജൂതന്മാരെ ഇവർ രക്ഷിക്കുന്നുണ്ട്. അത് വിമാനമാർഗം വ്യാജ പാസ്പോർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് അവരെ അങ്ങനെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരു രീതിയാണ് അവരെ സ്വീകരിച്ചിരുന്നത് ആദ്യമൊക്കെ. പിന്നീട് അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, രക്ഷിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. മാത്രമല്ല ഓരോ ദിവസം കഴിയും തോറും ഈ ക്യാമ്പുകളിലെ സ്ഥിതി അതീവ ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പകർച്ചവ്യാധികൾ ഉണ്ടാവുന്നു, ക്ഷാമം ഉണ്ടാവുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പുറമെ ജൂതന്മാർക്കെതിരായിട്ടുള്ള ഈ പീഡനവും. അതുകൊണ്ട് തന്നെ പല ജൂതന്മാരും ഇങ്ങനെയുള്ള കഷ്ടതകൾ മറികടന്ന് അവർക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവർ ഈ മാർഗം വിട്ടിട്ട് മറ്റൊരു മാർഗം സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുകയാണ്. അതായത് ഈ ക്യാമ്പിലെ ജൂതന്മാരെ രക്ഷിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കടൽ മാർഗം ഒരു റെസ്ക്യൂ മിഷൻ പ്ലാൻ ചെയ്യുവാൻ അവർ തീരുമാനിക്കുന്നു. എന്തായിരുന്നു ആ റെസ്ക്യൂ മിഷൻ? എങ്ങനെയാണ് ഈ റെഫ്യൂജി ക്യാമ്പിലുള്ള ജൂതന്മാരെ മൊസാദിൻ്റെ ഏജൻറ്റുമാർ രക്ഷിച്ചത്? ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏവർക്കും സ്വാഗതം. വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് കടൽ മാർഗം ജൂതന്മാരെ രക്ഷിക്കുവാനായിട്ടാണ് ഇപ്പോൾ മൊസാദിൻ്റെ ഏജൻറ്റുമാർ തയ്യാറായിരിക്കുന്നത്. എന്നാൽ കടൽ മാർഗം ശത്രുരാജ്യമായിരിക്കുന്ന സുഡാനിലൂടെ ഈ ജൂതന്മാരെ രക്ഷിക്കുക, അത് രാത്രിയിൽ അവരറിയാതെ ഈ ശത്രു സൈന്യത്തിൻ്റെ കണ്ണുവെട്ടിച്ച്, അവിടുത്തെ അധികാരികളുടെ കണ്ണുവെട്ടിച്ച് ഇവരെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതീവ സാഹസികമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്നുള്ള കാര്യം മൊസാദ് ഏജൻറ്റുമാർക്ക് അറിയാമായിരുന്നു. എന്നിട്ട് കൂടി അവർ കടൽ മാർഗം ഈ സാഹസികമായിരിക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായി. കാരണം ഓരോ ദിനവും ജൂതന്മാരുടെ അവസ്ഥ വളരെ ദയനീയമായിട്ട് തുടരുകയാണ്. മാത്രമല്ല മൊസാദ് ഏജൻറ്റുമാർക്കെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങൾ വരാൻ തുടങ്ങി, ഒരുപാട് ക്രിറ്റിസിസം വരാൻ തുടങ്ങി. കാരണം നിങ്ങൾ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പണിയെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ റെഫ്യൂജി ക്യാമ്പുകളിൽ കഴിയുന്ന ആ ജൂതന്മാർ വളരെയധികം കഷ്ടതകളിലൂടെ കടന്നുപോയി അവരുടെ ജീവിതം തന്നെ എന്ത് ചെയ്യുന്നു, ഇല്ലാതാകുന്നു, പലരും മരിക്കുന്നു. അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, രക്ഷിക്കണം എന്നുള്ള നിലയിലുള്ള ക്രിറ്റിസിസം തന്നെ അവിടെ നിന്ന് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉടലെടുക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ കൂടുതൽ ജൂതന്മാരെ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ അവർ കടൽ മാർഗം, അതായത് ചെങ്കടലിലൂടെ ഈ ജൂതന്മാരെ ബോട്ടുകളിൽ കടത്തി അവിടെയുള്ള ഒരു മദർഷിപ്പിൽ അവരെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇസ്രായേലിലേക്ക് രക്ഷിക്കുക എന്നുള്ളതാണ് അവർ പ്ലാൻ ചെയ്യുന്ന പദ്ധതി. പക്ഷേ പ്ലാൻ ചെയ്തതുപോലെ അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം മൊസാദിന് അറിയാമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവരൊരു പദ്ധതി തയ്യാറാക്കി. ഇതിൻ്റെ ഭാഗമായിട്ട് മൊസാദ് യൂറോപ്പിലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ കമ്പനി ടൂറിസവും ട്രാവലുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സുഡാനിലെ ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ പൊടിയിടുക, അല്ലെങ്കിൽ ഒരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് സുഡാനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന, അതായത് പോർട്ട് സുഡാൻ്റെ സമീപത്തായിട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന ഒരു ബീച്ച് റിസോർട്ട് എടുത്ത് നടത്തുവാൻ ഇവർ തീരുമാനിക്കുക, ലീസിനെടുത്ത് നടത്തുവാനായിട്ട് ആണ് ഇവർ തീരുമാനിക്കുന്നത്. ഈ ബീച്ച് റിസോർട്ടിൻ്റെ പേരായിരുന്നു ആരോസ്. ഇത് സുഡാനി ഗവൺമെൻറ്റുമായിട്ട് ഒരു കരാറിലൊക്കെ ഏർപ്പെട്ടിട്ടാണ് മൊസാദ് ഏജൻറ്റുമാർ ഇത് അങ്ങനെ സ്ഥാപിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലവർ ആ കരാറിൽ ഏർപ്പെടുമ്പോൾ ഈ ചെങ്കടൽ, റെഡ് സീയിലെ മാരിടൈം സ്പോർട്സിൻ്റെ വികസനവും പ്രോത്സാഹനവും മുൻനിർത്തിയാണ് അവർ ഇത് അങ്ങനെ ഗവൺമെൻറ്റുമായിട്ടൊരു കരാറൊക്കെ ചെയ്ത് ആരംഭിക്കുന്നത്. ഈ റിസോർട്ടിൻ്റെ പ്രധാന നടത്തിപ്പുകാരൻ എന്ന് പറയുന്നത് മൊസാദിൻ്റെ തന്നെ ഏജൻ്റായിരുന്ന യുനാഥൻ ഷേഫയാണ്. ആരോസ് എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ പ്രത്യേകത, ഇതൊരു ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു. അതിൽ ബംഗ്ലാവുകളുണ്ട്, അതുപോലെ തന്നെ
പബ്ലിക് ബിൽഡിങ്ങുകളുണ്ട്. കൂടാതെ അവിടെ ഒരു പ്രത്യേക ഈ റിസോർട്ടോട് ചേർന്നൊരു സ്റ്റോറുണ്ട്. ആ സ്റ്റോറിൽ സ്കൂബ ഡൈവിങ്ങിന് ആവശ്യമായിട്ടുള്ള മാസ്കും മറ്റുമൊക്കെ അവിടെ കിട്ടും. അങ്ങനെയായിരുന്നു അത് രൂപകൽപ്പന ചെയ്തിരുന്നത്. അതിൽ ഈ സ്റ്റോർ എന്ന് പറയുന്നത് പ്രത്യേകമായിരിക്കുന്ന ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായിരുന്നു. കാരണം ഈ സ്റ്റോറിൽ ആക്ച്വലി മൊസാദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നത് ഈ സ്റ്റോറിലായിരുന്നു, ഈ സ്റ്റോറിൻ്റെ മറവിലായിരുന്നു. കൂടാതെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും മൊസാദിൻ്റെ ഏജൻറ്റുമാർ വ്യാജ പാസ്പോർട്ടിൽ ഈ റിസോർട്ടിലേക്ക് ജീവനക്കാരായിട്ട് എത്തുകയുണ്ടായി. ഇൻസ്ട്രക്ടേഴ്സും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരുമായിട്ടൊക്കെയും ഈ മൊസാദിൻ്റെ ഈ പറയുന്ന ഏജൻറ്റുമാർ അങ്ങനെ ജോലിക്കും മറ്റുമായിട്ട് ഈ സുഡാനിലുള്ള ഈ റിസോർട്ടിലേക്ക് അങ്ങനെ എത്തിച്ചേരാനായിട്ട് ഇടവന്നു. അങ്ങനെ ഇരിക്കെ യൊനാഥൻ ഷേഫ ഒരു ദിവസം തൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഇമ്മാനുവൽ ആലോണിനെ ഫോണിൽ വിളിക്കുകയാണ്. ഈ ആലോൺ എന്ന് പറയുന്നത് ഇദ്ദേഹത്തോടു കൂടി നിരവധി മൊസാദിൻ്റെ ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം, സുഡാനിലേക്ക് വരണം. സുഡാനിൽ നമ്മൾ മറ്റൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി കൂട്ടിച്ചേർത്തു പറഞ്ഞു, ഈ പ്രാവശ്യം നിങ്ങൾ തോക്കോ മറ്റു കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ആരെയും കൊല്ലേണ്ട ആവശ്യവുമില്ല, വളരെ മനുഷ്യത്വപരമായിരിക്കുന്ന ഒരു ഓപ്പറേഷനാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സുഡാനിൽ ചെങ്കടലിൻ്റെ തീരത്തായിട്ട് ഞാനൊരു റിസോർട്ട് നടത്തുകയാണ്. ആ റിസോർട്ടിലേക്ക് താങ്കൾ ജീവനക്കാരനായിട്ട് താങ്കൾ എത്രയും പെട്ടെന്ന് ഇവിടെ കടന്നു വരണം. ഇവിടെ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. തീർത്തും മനുഷ്യത്വപരമായിരിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഇത് എന്ന് അദ്ദേഹത്തോട് സൂചന കൊടുത്തു. മാത്രമല്ല ഈ റിസോർട്ട് ഇപ്പോൾ ഓപ്പൺ ആണെന്നും യൂറോപ്പിലെ പല ട്രാവൽ ഏജൻസികളിലെ ചുമരുകളിലും ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്ററുകൾ അങ്ങനെ പതിയാൻ പോവുകയാണെന്നും അദ്ദേഹത്തോട് പറഞ്ഞു. ഈ റിസോർട്ട് ആരംഭിച്ചതിന് ശേഷം അനവധി ടൂറിസ്റ്റുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ റിസോർട്ടിലേക്ക് എത്തുകയും അവിടുത്തെ വിനോദ പരിപാടികളിൽ ഏർപ്പെടുകയും ചെയ്തു. പ്രത്യേകം അവിടുത്തെ ഒരു ഡൈവിംഗ് ബീച്ച് റിസോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്കൂബ ഡൈവിങ്ങിലും മറ്റുമൊക്കെ ഇവർ പകൽ സമയങ്ങളിലെ ഈ ടൂറിസ്റ്റുകൾ അങ്ങനെയുള്ള ആക്ടിവിറ്റികളിൽ അവർ വ്യാപൃതരായിരുന്നു. എന്നാൽ അവരെ ഇൻസ്ട്രക്ടേഴ്സായിട്ടൊക്കെ കൂടെ ഉണ്ടായിരുന്നത് ആക്ച്വലി ഈ മൊസാദിൻ്റെ ഏജൻറ്റുമാരായിരുന്നു. എന്നാൽ രാത്രിയാകുന്ന സമയത്ത് ഈ ഏജൻറ്റുമാർ ഏതാണ്ട് എല്ലാവരും തന്നെ ആ ബീച്ച് റിസോർട്ട് വിട്ട് പുറത്തു വരികയും സുഡാനിലെ റെഫ്യൂജി ക്യാമ്പുകളിൽ കഴിയുന്ന എത്യോപ്യൻ ജൂതന്മാരെ രക്ഷിക്കുവാനായിട്ട് ട്രക്കുകളിൽ അങ്ങോട്ടേക്ക് യാത്രയാകുകയും ചെയ്യുമായിരുന്നു. ഇതാർക്കും സംശയം തോന്നാത്ത വിധം അവരങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഈ ബീച്ച് റിസോർട്ടിൽ മൊസാദ് ഏജൻറ്റുമാർ മാത്രമല്ലായിരുന്നു ജീവനക്കാരായിട്ടുണ്ടായിരുന്നത്. സുഡാനികളായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരും അവിടെ ജീവനക്കാരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ രാത്രി സഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരുവിധ സംശയവും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻസ്ട്രക്ടേഴ്സായിട്ടുള്ളവർ ഈ ജീവനക്കാരെ, ഈ തദ്ദേശീയരായിട്ടുള്ള ജീവനക്കാരെ അടുത്ത് ചെന്നിട്ട് അങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് അവരുടെ അടുത്ത് പറയുമായിരുന്നു, ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ പുറത്തു പോകുന്നത് ഇവിടെ റെഡ് ക്രോസിൻ്റെ ഹോസ്പിറ്റലിലുള്ള സ്വീഡിഷ് നേഴ്സുമാരുമായിട്ട് രാത്രി അങ്ങനെ ചെലവഴിക്കാൻ വേണ്ടി പോകുന്നതാണ് എന്നൊക്കെയുള്ള കഥകൾ അവരുടെ മുമ്പിലായിട്ട് അങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് അവതരിപ്പിക്കുമായിരുന്നു. എന്നാൽ അവരിൽ പലർക്കും ഇവർ ഇങ്ങനെ രാത്രി പുറത്തു പോകുന്നതിൽ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായിരുന്നു. എന്നാൽ പിന്നീട് അവരിതിൻ്റെ പുറകെ ഒന്നും ചെകഞ്ഞു പോകാനായിട്ട് തയ്യാറായില്ല. കാരണം അവർക്ക് മാസാമാസം അവർക്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് സാലറി വരുന്നു, അവരുടെ കുടുംബം അങ്ങനെ നല്ല രീതിയിൽ അവർക്ക് നയിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചോ ഇതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചോ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ജീവനക്കാരെ അന്വേഷിക്കാനായിട്ട് പോയുമില്ല. ഡേവിഡ് ലിമോറിൻ്റെ നേതൃത്വത്തിലുള്ള ദ ഹാഫിസ് എന്ന് പറയുന്ന മൊസാദിൻ്റെ ഒരു സംഘടനയാണ് 4 ട്രക്കുകളിലായിട്ട് സുഡാനിൻ്റെ തെരുവുകളിലൂടെ രാത്രിയിൽ അങ്ങനെ യാത്ര ചെയ്ത് ഈ പറയുന്ന എത്യോപ്യൻ ജൂതന്മാരെ രക്ഷിക്കുവാനായിട്ട് പോകുന്നത്. എന്നാൽ അതിനെ സംബന്ധിച്ച് ഡേവിഡ് ബെൻ ഉസിയേൽ എന്ന് പറയുന്ന അവരുടെ ഒരു തലവനായിരിക്കുന്ന അദ്ദേഹം പറയുന്നത് ഇതായിരുന്നു ഏറ്റവും സങ്കീർണമായിരിക്കുന്ന ഒരു മിഷനായിരുന്നു അതെന്നാണ് പറയുന്നത്. കാരണം അവർ ഈ ക്യാമ്പിനോട് അടുക്കുന്ന സമയത്താണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നതെന്ന്. അതിനൊരു കാര്യം ഉണ്ടായിരുന്നു, അവിടെ ഈ ജൂതന്മാരായിരിക്കുന്നവരെ ഈ ക്യാമ്പുകളിൽ നിന്നും ഒരുമിപ്പിച്ച് ഈ മൊസാദിൻ്റെ ഏജൻറ്റുമാരുടെ ട്രക്കുകൾ വരുന്ന അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു രഹസ്യ സംഘടന ഉണ്ടായിരുന്നു. അത് എത്യോപ്യൻ യുവാക്കൾ ഉൾപ്പെട്ട ഒരു രഹസ്യ സംഘടനയായിരുന്നു അത്. അവരാണ് ഈ റെഫ്യൂജി ക്യാമ്പുകളിലെ ജൂതന്മാരെ റെഡിയാക്കി നിർത്തിയിരിക്കുന്നത്. ക്യാമ്പ് വരെ വരില്ല,
അവരൊരു പ്രത്യേക സ്ഥലം വരെ വരികയുള്ളൂ. അപ്പോൾ അവിടേക്ക് ഇവരെ എത്തിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന രഹസ്യ സംഘടനയായിരുന്നു. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് പല എത്യോപ്യൻ ജൂതന്മാരും ഈ ട്രക്കുകളിൽ കയറി രക്ഷപ്പെടാനായിട്ട് അവർ തയ്യാറാകുന്നില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരാദ്യമായിട്ടാണ് വെള്ളക്കാരായിരിക്കുന്ന അല്ലെങ്കിൽ വെള്ള ആയിട്ടുള്ള ആൾക്കാരെ കാണുന്നത്, മനുഷ്യരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവരോടുകൂടെ മനസ്സുറച്ച് വരാനായിട്ടുള്ള ഒരു മനസ്സില്ലായ്മയും അവിടെ ഉണ്ടായിരുന്നു. അതിന് അവർ തന്നെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളക്കാരായിരിക്കുന്ന ജൂതന്മാരുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ജൂതന്മാരെല്ലാവരും തന്നെ എന്താണ്, അങ്ങനെ കറുത്തവരാണ് എന്നുള്ള നിലയിലാണ് അവർ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെളുത്തവരായിരിക്കുന്നവരെ ജൂതന്മാരാണെന്നും പറഞ്ഞു വരുമ്പോൾ അവരെ വിശ്വസിക്കുവാനായിട്ട് എത്യോപ്യയിലെ മലയോര ജൂതന്മാരായിട്ടുള്ള ആൾക്കാർ, എല്ലാവരും അല്ല, എത്യോപ്യയിലെ മലയോര പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ജൂതന്മാർക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം തങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഈ ഒരു ദുരിതം നിറഞ്ഞ റെഫ്യൂജി ക്യാമ്പുകളിലേക്ക് ആളെ വിടുമോ അല്ലെങ്കിൽ ഏജൻറ്റുമാരെ വിടുമോ എന്നുള്ള ഒരു സംശയം കൂടി അവർക്കുണ്ടായിരുന്നു. അവസാനം ഡാനി ലിമോർ എന്ത് ചെയ്തു, ഇവരുടെ അടുത്ത് നേരിട്ട് ചെല്ലുകയാണ്. നേരിട്ട് ചെന്നിട്ട് അവരെ പോലെ തന്നെ പ്രാർത്ഥിക്കുന്നു, ഈ ജൂതന്മാർ പ്രാർത്ഥിക്കുന്ന എല്ലാ നിഷ്ഠകളോടും കൂടി അവിടെ ഇരുന്ന് ഈ ഡാനി ലിമോർ പ്രാർത്ഥിച്ചു അവരോടൊപ്പം. ഇത് കണ്ടതോടുകൂടി ഈ എത്യോപ്യൻ ജൂതന്മാർക്ക്, ഈ മലയോര എത്യോപ്യൻ ജൂതന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം ഒരു ജൂതനാണ്. അതിനുശേഷമാണ് അവർ ആ ട്രക്കിൽ കയറുവാനായിട്ട് തയ്യാറായത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും അതിസാഹസികമായ യാത്ര ചെയ്താണ് അവിടെ ചെല്ലുന്നത്. അത് ഈ സുഡാനി പോലീസിൻ്റെയോ അല്ലെങ്കിൽ സുഡാനി സൈന്യത്തിൻ്റെയോ കണ്ണുവെട്ടിച്ചാണ് അവരവിടെ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവർക്ക് നേരിടേണ്ടതായി വരുന്ന, ഈ എത്യോപ്യൻ ജൂതന്മാരിൽ നിന്നും നേരിടേണ്ടതായിട്ട് വരുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മിഷനെ കൂടുതൽ സങ്കീർണമാക്കിയിരുന്നു എന്നാണ് ഡേവിഡ് ബെൻ ഉസിയേൽ എന്ന് പറയുന്ന ആ മൊസാദ് ഏജൻറ്റ് പറയുന്നത്. മൊസാദ് ഏജൻറ്റുമാർ ഈ ജൂതന്മാരുമായിട്ട് സന്ധിച്ചിരുന്നത് സുഡാനിലെ ഫ്യൂജി ക്യാമ്പിന് സമീപത്തായിട്ടുള്ള ഒരു മലയിടുക്കിൽ വെച്ചിട്ടായിരുന്നു. ആ മലയിടുക്കിലേക്ക് ഈ ജൂതന്മാരെ, എത്യോപ്യൻ ജൂതന്മാരെ കൊണ്ടുവന്നിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ രഹസ്യ കമ്മിറ്റി അംഗങ്ങളാണ്. അവർ ഈ ആരൊക്കെയാണ് രക്ഷപ്പെടാനായിട്ട് ഉള്ളവർ എന്നുള്ളത് നേരത്തെ തന്നെ എന്ത് ചെയ്യും, നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അവരെ ഒരുക്കി നിർത്തിയിരിക്കും. എന്നിട്ട് അവരെ ആ ക്യാമ്പിന് വെളിയിൽ കൊണ്ടുവരികയും ഈ രാത്രിയുടെ ഇരുട്ടിലൂടെ അവരെ ഈ മലയിടുക്കിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത്. അവിടെ നിന്നുമാണ് മൊസാദ് ഏജൻറ്റുമാരുമായിട്ട് അവർ അങ്ങനെ കണ്ടുമുട്ടുന്നത്, അങ്ങനെ സന്ധിക്കുന്നത്. അതിനുശേഷം അവരെ ട്രക്കിൽ കയറ്റിയ ശേഷം ഈ രാത്രിയിലെ സൈനികരുടെയും മറ്റുമൊക്കെ കണ്ണുവെട്ടിച്ച് അങ്ങനെ യാത്രയാണ്. ചെങ്കടലിൻ്റെ തീരത്ത് കൂടി നിരവധി കിലോമീറ്ററുകൾ നീണ്ട യാത്ര. ഇതിനിടയിൽ പോലീസിൻ്റെയും അതുപോലെ തന്നെ സുഡാനി പട്ടാളക്കാരുടെയും ഒക്കെ ചെക്ക് പോസ്റ്റുകളുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ ചെക്ക് പോസ്റ്റുകളിൽ ഇവരെ അങ്ങനെ തടഞ്ഞു നിർത്തും. ഡാനി ലിമോർ വളരെ സമർത്ഥനായ ഒരു ഏജൻ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ചെക്ക് പോസ്റ്റിലുള്ള ഗാർഡുകളെ പലരെയും വിലക്കെടുത്തിരുന്നു. പലർക്ക് പണം കൊടുത്ത് സ്വാധീനിക്കുക ചെയ്തതുകൊണ്ട് അവരെ പലപ്പോഴും അങ്ങനെ തടഞ്ഞു നിർത്താതെ അവരെ വിടുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് അവിടെ നേരിടേണ്ടതായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ സുഗമമായിട്ട് യാത്ര ചെയ്യുവാനും അങ്ങനെ ചെങ്കടലിൻ്റെ തീരത്തുകൂടെ അങ്ങനെ ഈ ജൂതന്മാരുമായിട്ട് യാത്ര ചെയ്ത് എവിടെയാണോ നേവി ഈ തീരത്തായിട്ട് നിലയുറപ്പിച്ചിരുന്നത് അവിടെ അവർക്ക് ജൂതന്മാരെ സുരക്ഷിതമായിട്ട് എത്തിക്കുവാനായിട്ട് സാധിച്ചു. ഇസ്രായേലി നേവിയുടെ പട്ടാളക്കാർ ചെങ്കടലിൻ്റെ തീരത്തേക്ക് വരികയില്ല, അല്ലെങ്കിൽ കരയിലേക്ക് അവരെ അങ്ങനെ അടുപ്പിക്കുകയില്ല. അവർ ബോട്ടുകളിലായിട്ട് നങ്കൂരമിട്ട് അങ്ങകലെ മാറി കിടക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ ട്രക്കുകളിൽ ജൂതന്മാരുമായിട്ട് വരുന്ന ഈ ഏജൻറ്റുമാർ അവരെ അവിടെ നിന്നും ഇറക്കിയ ശേഷം ചെറിയ ഡിങ്കിയിൽ ഈ ബോട്ടുകളിലേക്ക് എത്തിക്കുകയും ബോട്ടുകളിൽ നിന്നും അവരെ അങ്ങനെ മദർഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നതുമായ ഒരു രീതിയായിരുന്നു അവരെ അവലംബിച്ചിരുന്നത്. എല്ലാ ആഴ്ചയിലും അങ്ങനെ ജൂതന്മാരെ അങ്ങനെ ഈ ബോട്ടിൽ കയറ്റിയിട്ട് മദർഷിപ്പിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പ്രക്ഷുബ്ധമായിരിക്കുന്ന കടലിലൂടെ അങ്ങനെ അവരെ അങ്ങനെ അവരെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന സമയത്തെ ആ സന്ദർഭത്തെക്കുറിച്ച്, ആ വികാരനിർഭരമായ സന്ദർഭത്തെക്കുറിച്ച് ഈ ഏജൻറ്റുമാർ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് തങ്ങളുടെ സഹോദരന്മാരെ അവരങ്ങനെ തങ്ങളുടെ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രക്ഷുബ്ധമായ കടലിലൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവരവരുടെ മാതാപിതാക്കളെ ഓർത്തുപോയി എന്നാണ് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ അവരുടെ മാതാപിതാക്കൾ ഇല്ലീഗൽ ഇമിഗ്രൻസായിട്ട് അങ്ങനെ തങ്ങളുടെ വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു വരേണ്ടതായ ഒരു സാഹചര്യത്തെക്കുറിച്ച് അവരങ്ങനെ ഓർത്തുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജൂതന്മാരെ കാണുന്ന സമയത്ത് അവരവരുടെ സഹോദരന്മാരെയാണ് രക്ഷിക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടെയാണ് അവരെ അങ്ങനെ സാധാരണക്കാരായിരിക്കുന്ന വളരെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലൂടെയും കടന്നു വന്ന ഈ റെഫ്യൂജി ക്യാമ്പുകളിലെ നരകയാതനയിലൂടെ കടന്നു വന്ന അവരുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട്
സഹോദരന്മാരെ പോലെ, അല്ലെങ്കിൽ അത്ര ആർദ്രമായ ആ ഒരു മനസ്സോടുകൂടി അവരെ ആ മദർഷിപ്പിലേക്ക് അവരങ്ങനെ കയറ്റിവിടുന്നതായ രംഗത്തെക്കുറിച്ച് ഈ ഏജൻറ്റുമാർ പലരും അതിനെ സംബന്ധിച്ച് പിന്നീട് വാചാലരാകുന്നുണ്ട്. ഈ എത്യോപ്യൻ ജൂതന്മാരെ മദർഷിപ്പിലേക്ക് വന്ന് കയറുന്നത് കാണുന്ന സമയത്ത് ആ മദർഷിപ്പിലുണ്ടായിരുന്ന പലരും അങ്ങനെ കരഞ്ഞുപോയി എന്നാണ് പറയുന്നത്. കാരണം അവരനുഭവിക്കേണ്ടി വന്നതായിരിക്കുന്ന കഷ്ടതകൾ, ഈ പ്രക്ഷുബ്ധമായ കടലിനെയും അതിനപ്പുറം ആ ദുരിതപൂർണമായിരിക്കുന്ന ആ ഒരു ക്യാമ്പിൽ അനുഭവിച്ച നരകയാതനകളും ഒക്കെ കേട്ട അറിവ് ഇവർക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് ആ ഒരു ദുരിതത്തിൽ നിന്ന് അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു, അവരങ്ങനെ രക്ഷപ്പെട്ടു വന്നിരിക്കുന്നു എന്നതോർത്ത് അന്ന് ആ ഷിപ്പിലുണ്ടായിരുന്ന പലരും അങ്ങനെ കരഞ്ഞുപോയി. ഈ രംഗം നേരിട്ട് കണ്ട ഗാദി ക്രറൽ എന്ന് പറയുന്ന നേവൽ ഫോഴ്സിൻ്റെ കമാൻഡർ പറഞ്ഞത്, അവർ വൃദ്ധരും സ്ത്രീകളും കുട്ടികളും ഒക്കെയായിട്ട് അവർ നിശബ്ദരായിട്ട് അവർ കപ്പലിലേക്ക് അങ്ങനെ കടന്നു വന്നു. അങ്ങനെ പ്രക്ഷുബ്ധമായ കടലിലൂടെ ഈലാത്ത തീരം ലക്ഷ്യമാക്കി കപ്പൽ അങ്ങനെ യാത്ര തിരിച്ചു. ഈ സമയം എത്യോപ്യൻ ജൂതന്മാർ നിശബ്ദരായിട്ട് കപ്പലിൻ്റെ തറയിൽ തങ്ങളുടെ വാഗ്ദത്ത ദേശം എത്തുന്നതും കാത്ത് ഇരുന്നു.